ഇദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കുമോ? തരൂർ സ്വയം രാജിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. അദ്ദേഹം ഔപചാരികമായി BJP-യിൽ ചേരുമെന്ന് തോന്നുന്നില്ല. ഒരിക്കലും അദ്ദേഹത്തിന് BJP-യുടെ ഹിന്ദുത്വ ആശയങ്ങളുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. ഒരുപക്ഷെ MP സ്ഥാനവും രാജിവെക്കേണ്ടി വരും. RSSനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് തീർച്ചയായിട്ടും ശശി തരൂർ നൽകുന്നത്. പക്ഷേ മോദി ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പരിധി വിട്ടാൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ശ്രമിച്ചേക്കും. ശശി തരൂറിന് BJP-യിലേക്ക് ഫോർമലായിട്ട് ജോയിൻ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അദ്ദേഹം ഒട്ടും പ്രിയങ്കരനല്ല എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. വളരെ പെട്ടെന്ന് തരൂർ BJP-യിലേക്ക് പ്രവേശിക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. പക്ഷെ അതേസമയം അദ്ദേഹത്തിന് കോൺഗ്രസിലേക്ക് ഒരു തിരിച്ചുപോക്ക് അത്ര എളുപ്പവുമല്ല. പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല. ചിറകുകൾ നിങ്ങളുടേതാണ്. ആകാശം ആരുടെയും സ്വത്തല്ല. 3 ദിവസം മുമ്പ് ശശി തരൂർ നടത്തിയ നിർണായകമായ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ചില സൂചനകൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയുമായി അദ്ദേഹം അകലം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്ന് നമുക്കറിയാം. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മുതൽ ഹൈക്കമാൻഡിന്റെ അനഭിബന്ധനായി അദ്ദേഹം മാറി എന്നുള്ളതും സത്യമാണ്. അതിനുശേഷം നടന്ന ചില സംഭവവികാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും നിർണായകമായി മാറിയത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾക്കൊള്ളുന്ന പാർലമെന്ററി ഉപസമിതികളും മറ്റും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് ലോകമെമ്പാടും ഭാരതത്തിൻ്റെ സ്വരം ഒറ്റയ്ക്കാണ്, ഒരുമിച്ചാണ്, ഏകകണ്ഠമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നിയോഗിച്ച 6 സബ് കമ്മിറ്റിയിൽ 42 അംഗങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് വിദേശകാര്യവുമായി ബന്ധപ്പെട്ട സമിതിയാണ്. ശശി തരൂർ വിദേശകാര്യ പാർലമെന്ററി സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആകുന്നത് ആദ്യമല്ല. നീണ്ടകാലമായിട്ട് അദ്ദേഹം അതിൽ പ്രവർത്തിക്കുകയും കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ ഇരുന്നപ്പോഴും അല്ലായിരുന്നപ്പോഴും അദ്ദേഹം ഈ സബ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അത് നിർണായകമായ തീരുമാനമാണ്. കാരണം ശശി തരൂരിൻ്റെ പ്രത്യേക താല്പര്യം, സ്പെഷ്യലൈസേഷൻ വിദേശകാര്യ വകുപ്പാണ്, വിദേശകാര്യമാണ് എന്ന് നമുക്കറിയാം. മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൽ ഹ്രസ്വകാലം അദ്ദേഹം 2 വ്യത്യസ്ത വകുപ്പുകളിൽ മന്ത്രിയായിരുന്നു. സഹമന്ത്രിയായി പ്രവർത്തിച്ചെങ്കിലും അദ്ദേഹത്തിന് ആ കാലാവധി ഒന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരേന്ത്യൻ ലോബിയുടെ ശക്തമായ ആക്രമണത്തിൽ രാജിവെച്ച് പുറത്തുപോയ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. എയർ ഇന്ത്യ പ്ലെയിനിൽ സാധാരണക്കാരിരിക്കുന്ന എക്കോണമി ക്ലാസ്സിനെ കാറ്റൽ ക്ലാസ് എന്ന് വിശേഷിപ്പിച്ചതാണ് അന്ന് അദ്ദേഹത്തിന് കസേര പോകാൻ ഒരു പ്രധാന കാരണമായി മാറിയെങ്കിൽ, പൊതുവിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഉന്നത നേതൃത്വത്തിന് അദ്ദേഹത്തിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡുമായി അദ്ദേഹം പലപ്പോഴും അകൽച്ച പാലിച്ചതായി നമുക്കറിയാം. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സംഘത്തിന് നേതൃത്വത്തെ പൂജ നടത്താനല്ലാതെ വിമർശിക്കാനുള്ള ധൈര്യം ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കുറേ കാലത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ കൂടുതൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. 10% വോട്ട് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ നേടിയതും കോൺഗ്രസ് പാർട്ടി വൃത്തങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് സത്യം. കേരളത്തിലാകട്ടെ ശശി തരൂരിന് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ വലിയ പിന്തുണയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് പാർട്ടി പ്രവർത്തകരായിരുന്നില്ല. അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത, അദ്ദേഹത്തിന് താല്പര്യമുള്ള മികവുള്ള ആൾക്കാരെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയും, ചുരുക്കത്തിൽ സാധാരണഗതിയിൽ ഒരു കോൺഗ്രസ് എംപിക്ക് കിട്ടുന്ന
കോൺഗ്രസ് പ്രവർത്തകർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം അത്ര പെട്ടെന്ന് തരൂരിന് കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ പ്രവർത്തകർ അദ്ദേഹത്തിനോട് ഓരോ കാലവും അകന്നകന്നു പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു വന്നതിനും ഒരു കാരണമാണ്, മറ്റു പല കാരണങ്ങളുണ്ട്. 2009-ലും 2014-ലും 2019-ലും 2024-ലും 4 പ്രാവശ്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയം നേടിയ ശശി തരൂർ ഇനിയൊരു മത്സരത്തിനില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ 2009-ലെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടില്ല. 2019-ൽ ഏതാണ്ട് അതിനടുത്തൊക്കെ വന്നു എങ്കിൽ പോലും. പക്ഷേ 2014-ലും 2024-ലും ചെറിയ വ്യത്യാസത്തിനാണ് എതിർ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജനകീയത ഇടിയുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ചൂണ്ടിക്കാണിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ശശി തരൂരിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ്. അദ്ദേഹത്തിന്റെ വാക്ചാതുരി, സാഹിത്യത്തിലുള്ള അഭിരുചി, പ്രസംഗ ശൈലി, അന്തർദേശീയ ബന്ധങ്ങളെക്കുറിച്ചുള്ള വലിയ ആഴത്തിലുള്ള അറിവ്, അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ, ഇവയെല്ലാം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ശശി തരൂരിന് വലിയൊരു ജനപിന്തുണ ഒട്ടാകെയുണ്ട്. കേരളത്തിലുമുണ്ട്, തിരുവനന്തപുരത്തുമുണ്ട്. ലോകത്തിലും അദ്ദേഹത്തെ അറിയപ്പെടുന്ന ആൾക്കാർ മനസ്സിലാക്കും. കാരണം ഐക്യരാഷ്ട്രസഭയിൽ ദീർഘകാലം ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും പിന്നീട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലോകവീക്ഷണം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അന്തർദേശീയ തലത്തിൽ പോലും. അത്രയും കരിഷ്മയും കഴിവുമുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു നേതാവ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് അതനുസരിച്ചുള്ള ഉയർച്ച കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിരിക്കാം. എന്തായാലും ഉപയോജക സംഘത്തിന്റെ കൂടെ നിൽക്കാനോ ഏതെങ്കിലും ഒരു ഫാക്ഷന്റെ പാർട്ടാകാനോ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അകൽച്ച സ്വാഭാവികമായും ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കുറച്ചു കാലമായി ഇത് കൂടുതൽ പ്രകടമായി വന്നു. പഹൽഗാമിലെ സംഭവത്തിന് ശേഷം സിന്ദൂർ ഓപ്പറേഷന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്ന് നയിച്ച കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ശശി തരൂരിൻ്റെതായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം നടത്തുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസ് പാർട്ടി അതിന് വേണ്ട രീതിയിലുള്ള അനുവാദം കൊടുത്തില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി നൽകിയ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇല്ലായിരുന്നു എന്നുള്ളതും വളരെ വിവാദമായൊരു കാര്യമാണ്. അപ്പോൾ ചുരുക്കത്തിൽ പാർട്ടിയിൽ നിന്ന് അകന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരുപക്ഷെ ഹൈക്കമാൻഡ് ശശി തരൂരിൽ ഒരു വലിയൊരു വെല്ലുവിളി ഭാവിയിൽ പ്രതീക്ഷിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് താരതമ്യേന ഓരോ കാലഘട്ടത്തിലും ഒഴിവാക്കി കൊണ്ടുവന്നത്. അതിൻ്റെ റിയാക്ഷൻ അദ്ദേഹത്തിൽ നിന്ന് വരികയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും പ്രസ്താവനകളിലുമെല്ലാം ഇത് നിഴലിച്ചു കണ്ടു. അത് കൂടുതൽ വഷളാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല എന്നും ചിറകുകൾ നിങ്ങളുടേതാണെന്നും ആകാശം ആരുടെയും സ്വത്തല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങൾ അദ്ദേഹം പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് വായിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷനുള്ള വിദേശകാര്യ വകുപ്പിൽ അല്ലെങ്കിൽ വിദേശകാര്യ പ്രവർത്തന മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഇനിയും ശോഭിക്കാൻ അവസരമുണ്ട്. അത് മോദി ഗവൺമെൻറ് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. ഇവിടെയാണ് കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും ഒരു വശത്തും മറുവശത്ത് BJPയുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ കാണുന്നത്. ഒരുപക്ഷെ മോദി ഗവൺമെൻറ് ശശി തരൂരിനെ BJPയിലേക്ക് ഔപചാരികമായി കൊണ്ടുവരില്ലായിരിക്കാം. ശശി തരൂറിന് BJPയിലേക്ക് ഫോർമലായിട്ട് ജോയിൻ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകും. കാരണം തരൂർ എഴുതിയ പുസ്തകങ്ങളും നടത്തിയ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ വ്യക്തമായ ഒരു ഇൻ്റർനാഷണലിസ്റ്റ് ക്യാരക്ടറുണ്ട്, ഒരു ലിബറൽ സ്വഭാവമുണ്ട്, ഒരു പ്ലൂറലിസ്റ്റ് ക്യാരക്ടറുണ്ട്. അദ്ദേഹം പ്രതിദാനം ചെയ്ത ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് BJPയുടെ ഹിന്ദുത്വ ആശയങ്ങളുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയ 100 കണക്കിന് പേജുകളുള്ള സാഹിത്യവും പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം അദ്ദേഹത്തിന് ഇതെല്ലാം ഒരു ദിവസം രാവിലെ തള്ളിപ്പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഔപചാരികമായ ഒരു പക്ഷേ BJPയിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. എന്നാലും BJPയുമായി അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് ഇനിയും പറക്കാൻ കഴിയും, വിദേശ രാജ്യങ്ങളിൽ പോകാൻ കഴിയും. ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം, തരൂറിന് മറ്റ് പല വകുപ്പുകളിലും കാര്യമായ സംഭാവനകളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എക്സ്റ്റേണൽ അഫയേഴ്സിലും ഫോറിൻ അഫയേഴ്സിലും അദ്ദേഹത്തിന് നിർണായകമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനുള്ള പശ്ചാത്തലമുണ്ട്, അറിവുണ്ട്. നയതന്ത്രം എന്താണെന്ന് അദ്ദേഹത്തെ പോലെ അടുത്ത് മനസ്സിലാക്കിയ രാഷ്ട്രീയക്കാർ കുറവാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വളരെ മികവുറ്റ ഒരു ഡിപ്ലോമാറ്റാണ്, ഫോറിൻ അഫയേഴ്സ് മന്ത്രിയാണ്. സൈലന്റ് അച്ചീവർ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച്, ജയശങ്കറിനെ കുറിച്ച് പറയുന്നത്. കാരണം അദ്ദേഹം നിശബ്ദമായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇതിനുവേണ്ടി വലിയ ബഹളങ്ങളൊന്നും നടത്താറില്ല. പക്ഷേ ലോകമെമ്പാടും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് അലൈൻമെന്റ് പോളിസി എന്താണെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ എങ്ങനെ നിൽക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമായി അന്തർദേശീയ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജയശങ്കറിനെ മാറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അദ്ദേഹം തന്നെയാണ് വിദേശകാര്യമന്ത്രി. BJP അങ്ങനെ ഒരു ഓഫർ ശശി തരൂറിന് വയ്ക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എന്നാൽ BJP ഗവൺമെന്റിന് മറ്റു പല കാര്യങ്ങളിൽ തരൂറിന് അവസരം കൊടുക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് അമേരിക്കയിലെ അംബാസഡർ സ്ഥാനമോ, ഐക്യരാഷ്ട്രസഭയിലെ ഒരു സ്ഥിരം അംഗം അല്ലെങ്കിൽ ഇന്ത്യയുടെ പെർമനന്റ് മെമ്പർ എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ്, UN ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന പെർമനന്റ് മെമ്പർ എന്നുള്ള സ്റ്റാറ്റസ് ഒക്കെ നല്ല പ്രസക്തിയുള്ള അദ്ദേഹത്തിന്, തരൂറിന് താല്പര്യമുള്ള പോസ്റ്റുകളായിരിക്കാം. അതൊക്കെയാണ് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകളിൽ കൂടി മനസ്സിലാക്കുന്നത്. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹം സ്വീകരിച്ചാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. ഒരുപക്ഷെ MP സ്ഥാനവും രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ്. MP സ്ഥാനം രാജിവെക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് പാർട്ടിയായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് നമുക്ക് ഇവിടെ ആലോചിക്കേണ്ടത്. കുറേ കാലമായി നമ്മളിത് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിനെ പൂർണ്ണമായി തള്ളിക്കളയാനും കോൺഗ്രസ് പാർട്ടി തയ്യാറാകുന്നില്ല. എന്നാലും ഇതിനൊക്കെ ഒരു ലക്ഷ്മണ രേഖ ഉണ്ട് എന്ന് KC വേണുഗോപാൽ പറഞ്ഞത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു പരിധി വിട്ടാൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ശ്രമിച്ചേക്കും. കഴിയുന്നത്ര അത് അവഗണിച്ച്, തരൂറിനെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ തരൂർ നടത്തുന്ന പ്രസ്താവനകൾ വലിയ വലിയ പ്രശ്നങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ നടത്തിയ പ്രസ്താവന തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. RSS പ്രത്യേകിച്ച് അതിൻ്റെ നേതാവായിരുന്ന MS ഗോൾവാൾക്കർ പഴയ കാലത്ത് പറഞ്ഞൊരു കാര്യം, അത് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയിൽ മനുസ്മൃതി ഇല്ല എന്ന് അദ്ദേഹം ഗോൾവാൾക്കർ പറഞ്ഞത്, രാഹുൽ ഗാന്ധി സമീപകാലത്ത് പറഞ്ഞത്, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തത് തന്നെ ഭരണഘടനയിൽ മനുസ്മൃതി ഇല്ലാത്തതാണ് RSSൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ തരൂർ അതിനൊരു തിരുത്ത് രാഹുൽ ഗാന്ധിക്ക് നൽകുകയാണ് ചെയ്തത്. അത് പൊതു പ്രസ്താവനയിൽ കൂടിയാണ്. അപ്പം അദ്ദേഹം ശശി തരൂർ പറഞ്ഞത് RSS നേതാവ് ഗോൾവാൾക്കർ അന്നത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അത് ചരിത്രമാണ്. പക്ഷേ ഇന്ന് RSS എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് RSSനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് തീർച്ചയായിട്ടും ശശി തരൂർ നൽകുന്നത്. അത് കോൺഗ്രസിന് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ തരൂറിൻ്റെ നിലപാട് മാറുന്നത് വളരെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, ഇദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കുമോ? തരൂർ സ്വയം രാജിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം ചെല്ലാൻ വഴിയില്ല. അതിനേക്കാൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു അച്ചടക്ക നടപടിയായിരിക്കും ശശി തരൂർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അത് പെട്ടെന്ന് ചെയ്യാനുള്ള ധൈര്യമില്ല. അത് മാത്രമല്ല, എത്രത്തോളം ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പക്ഷെ BJPക്ക് മറുവശത്താകട്ടെ വളരെ വളരെ സന്തോഷമാണുള്ളത്. കാരണം തരൂറിനെ ഇങ്ങനെ നിർത്തുന്നത് BJPക്ക് അനുകൂലമായൊരു ഘടകമാണ്. കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഒരു ഒളിയമ്പ് ചെയ്യാൻ ശശി തരൂർ ഒരു ആയുധമായി നിൽക്കുന്നു. അത് ശശി തരൂർ പറയുമ്പോൾ ലോകം ശ്രദ്ധിക്കും, രാജ്യം ശ്രദ്ധിക്കും, കേരളം ശ്രദ്ധിക്കും. അത് തരൂരിൽ നിന്ന് നടത്തുന്ന പ്രസ്താവനകൾ അത് BJPക്ക് ഗുണകരമായി മാറുകയും കോൺഗ്രസിന് പ്രതികൂലമായി വരികയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഭാവി എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. എൻ്റെ ഒരു വിലയിരുത്തലിൽ അദ്ദേഹം ഔപചാരികമായി BJPയിൽ ചേരുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രത്തോളം അദ്ദേഹം ഹിന്ദുത്വ ആശയങ്ങൾക്ക് വിരുദ്ധമായി എഴുതിയിട്ടുണ്ട്. ശശി തരൂരിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാവുന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്ലൂറലിസ്റ്റാണ്, ലിബറലാണ്, അന്തർദേശീയപരമായ സ്വഭാവമുള്ളതാണ്. അത്തരം സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവും പ്രകടനവും എല്ലാം ലോകം അറിയുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു ഹിന്ദു ദേശീയത ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അദ്ദേഹം കടന്നു വരുമെന്ന് തോന്നുന്നില്ല. എന്നാൽ മോദി ഗവൺമെൻറ് കൊടുക്കുന്ന സ്ഥാനങ്ങൾക്ക് സ്വീകാര്യനാകാൻ തരൂർ തയ്യാറാണ്. അത് വളരെ വ്യക്തമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ, നമ്മൾ ഒരു കാര്യം മറക്കാൻ പാടില്ല, ശശി തരൂർ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ, അദ്ദേഹത്തിൻ്റെ കഴിവും മികവും എല്ലാം ഈ മേഖലയിലാണ് സംഭാവന ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി അപാരമാണെന്നുള്ളതിന് സംശയമില്ല. 24 വയസ്സിൽ ഡോക്ടറേറ്റ് നേടുക അമേരിക്കൻ സർവകലാശാലയിൽ നിന്ന്, ടഫ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതൊരു നിസ്സാര കാര്യമല്ല. അത്രത്തോളം ചെറുപ്രായത്തിൽ PhD നേടിയ എത്ര പേരുണ്ട് 24 വയസ്സിൽ. അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും കൂടെ 3 വർഷത്തിൽ തീർത്തു എന്ന് പറയുന്നത്, 3-4 വർഷത്തിൽ തീർത്തു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. അദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞാണ് അമേരിക്കയിലേക്ക് പോയത്.
അപ്പോൾ പ്രഗത്ഭനായ ഒരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ആയി അദ്ദേഹം ശോഭിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നയതന്ത്രത്തിലേക്ക് മാറി. അപ്പോൾ അദ്ദേഹത്തിന് അന്തർദേശീയ ബന്ധങ്ങൾ എന്താണെന്നും രാഷ്ട്രതന്ത്രം എന്താണെന്നും ഒന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആ മേഖലയിൽ അദ്ദേഹം അഗ്രഗണ്യനാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷെ അദ്ദേഹത്തിന് വേണ്ട സ്ഥാനം കോൺഗ്രസ് പാർട്ടി കൊടുത്തില്ല. പൊതുവിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്വഭാവം ബുദ്ധിജീവികൾക്ക് വലിയ സ്ഥാനം കൊടുക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിലാണ് കോൺഗ്രസ് പാർട്ടി എന്നും ശ്രദ്ധിച്ചിരുന്നത്. അങ്ങനെ പ്രായോഗിക രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ താഴേക്കിടയിലുള്ള പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഈ ബുദ്ധിജീവികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടില്ല. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിൽ തന്നെ ഇടതുപക്ഷം പൊതുമണ്ഡലത്തിൽ ഇത്രയും സ്വീകാര്യമായത് അവർ ബുദ്ധിജീവികളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ്, ബുദ്ധിജീവികളുമായി അടുത്തു നിന്നുകൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് വളരെയധികം സാങ്കേതിക വിദ്യ, കമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടായ, വാർത്താവിനിമയ രംഗത്തുണ്ടായ മാറ്റങ്ങൾ, ഇത്രയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ എഴുത്തുകാർക്കും സാഹിത്യകാരന്മാർക്കും മറ്റു ബുദ്ധിജീവികൾക്കൊക്കെ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട്. അത് അത്തരത്തിൽ ശശി തരൂരിനെ വേണ്ട രീതിയിൽ കോൺഗ്രസ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിടില്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെല്ലാം കോൺഗ്രസ് വിരുദ്ധാശയങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. ഇപ്പോൾ ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അദ്ദേഹം ഒട്ടും പ്രിയങ്കരനല്ല എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ മോദി ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തരൂർ ഇങ്ങനെ നിൽക്കുന്നത് BJPക്ക് നല്ലതാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് BJPയിലെ നേതൃത്വത്തിൽ പലർക്കുമുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് BJP ഗവൺമെൻറ് ഒരു സ്ഥാനം അന്തർദേശീയ ബന്ധവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലോ മറ്റോ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ ലോക്സഭാ സീറ്റ് രാജിവെച്ചാൽ പിന്നെ ഉണ്ടാകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് മറ്റൊരു നേട്ടം കൂടി നേടാം എന്നുള്ള പ്രതീക്ഷയും തിരുവനന്തപുരത്ത് ഉണ്ടാകാം. ഇത്തരം കണക്കുകൂട്ടലുകൾ കൂടി BJPക്ക് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതൊന്നും നമുക്ക് പ്രസ്താവനയിൽ കൂടി കാണുന്നില്ലെങ്കിലും രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രവചനം നടത്താൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലപ്പോഴും സമകാലീന രാഷ്ട്രീയം അത് നിൽക്കുന്ന സന്ദർഭത്തിന് അനുസരിച്ചാണ് അത് മാറുന്നത്. അതുകൊണ്ട് തന്നെ പ്രവചനങ്ങൾ അസാധ്യമാണ്. അപ്പോൾ കണ്ടക്സ്റ്റ് അഥവാ സന്ദർഭം എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഈ ഇപ്പോഴത്തെ സന്ദർഭം വന്നിരിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഞാനിവിടെ വിവരിച്ചത്. വളരെ പെട്ടെന്ന് തരൂർ BJPയിലേക്ക് പ്രവേശിക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. പക്ഷെ അതേസമയം അദ്ദേഹത്തിന് കോൺഗ്രസിലേക്ക് ഒരു തിരിച്ചുപോക്ക് അത്ര എളുപ്പവുമല്ല. ഇതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രത്യേകത.